തെറ്റ് ചെയ്യുമ്പോൾ വിമർശിക്കാൻ ആരും സന്നദ്ധമാകുന്നില്ല. ഈ പാർട്ടിക്കകത്ത് അപജയം സംഭവിച്ചിരിക്കുന്നു. പയ്യന്നൂരിലെ വിഷയം അത് രക്തസാക്ഷി ഫണ്ട് മാത്രമല്ല, സാമ്പത്തിക ക്രമക്കേട് അത് ഉയർത്തിക്കൊണ്ടാണ് ഞാൻ പാർട്ടിക്കുള്ളിൽ പോരാട്ടം നടത്തിയത്. അതുകൊണ്ട് പ്രയോജനമില്ല എന്ന് കണ്ടപ്പോഴാണ് ജനങ്ങളുടെ മുമ്പിൽ ആ വിഷയം അവതരിപ്പിച്ചത്. അപ്പം അതും പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുത്തതും തമ്മിൽ ബന്ധമൊന്നുമില്ല. പക്ഷേ പ്രതിപക്ഷ നേതാവ് പുതിയൊരാളാകാമായിരുന്നു എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. തിരുത്തലിന് എത്രത്തോളം തയ്യാറാകുമെന്നത് കണ്ടറിയേണ്ട കാര്യമാണ്. മുൻ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ തിരുത്തൽ വരുത്താൻ തയ്യാറാകില്ല എന്ന ബോധ്യമാണ് എനിക്കുള്ളത്. കാരണം 3 തവണ തെറ്റുതിരുത്തൽ രേഖ അംഗീകരിച്ച് താഴെത്തലം വരെ ചർച്ച ചെയ്തിട്ടുള്ളതാണ് കേന്ദ്ര കമ്മിറ്റി തന്നെ. പക്ഷെ അതുകൊണ്ടൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. ശൈലി മാറ്റമല്ല പ്രശ്നം. തെറ്റിനെ പാർട്ടിക്കകത്ത് ശക്തമായി വിമർശിക്കുക, അതിലൂടെ തിരുത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ തെറ്റ് ചെയ്യുമ്പോൾ അതിനെ വിമർശിക്കാൻ ആരും സന്നദ്ധമാകുന്നില്ല എന്നൊരവസ്ഥയിലേക്ക് ഈ പാർട്ടിക്കകത്ത് അപജയം സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ അതാണ് മാറേണ്ടത്.